ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ എൻ്റെ SCRT ചാപ്റ്ററിൻ്റെ വീഡിയോ ഇട്ടേക്കുന്ന ആ വീഡിയോ ഇച്ചിരി ലെങ്തിയാണ്. അതുകൊണ്ട് ഞാൻ ഇത്തവണത്തേതിൻ്റെ പാർട്ട് 1, 2 അങ്ങനെ രണ്ടായിട്ടാണ് ഇടുന്നത്. അല്ലെങ്കിൽ മണിക്കൂർ പിടിക്കും. 1 മണിക്കൂർ ഉണ്ട്. അതൊരൊറ്റ ചാപ്റ്റർ ഫുള്ള് ചെയ്ത് വരുമ്പോൾ ഒരു മണിക്കൂറോളം വരും. അതുകൊണ്ട് ഞാനിപ്പം 2 പാർട്ടായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ തന്നെ 6ാമത്തെ ചാപ്റ്റർ ആയ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. ആ ചാപ്റ്ററാണ് ഞാനിപ്പം ചാപ്റ്റർ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരുപാട് താമസിപ്പിക്കുന്നില്ല. അപ്പോൾ ആദ്യം ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ക്ലാസ് കേൾക്കുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ ആദ്യത്തെ പേജിൽ തന്നെ കൊടുത്തേക്കുന്നത് ഒരു വിചാരണയാണ്. നമ്മുടെ ഗാന്ധിജീനെ വിചാരണ ചെയ്ത ഒരു സംഭവമാണ് നമ്മൾ ആദ്യത്തെ പേജിൽ തന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഗവൺമെൻറ് സർക്യൂട്ട് ഹൗസ്, അഹമ്മദാബാദ്, മാർച്ച് 18, 1922. സെക്ഷൻസ് ജഡ്ജ് ജസ്റ്റിസ് CN ബ്രൂഫീൽഡ് മുമ്പാകെ. പ്രോസിക്യൂട്ടർ സർ JT സ്ട്രാങ്മാൻ, അഡ്വക്കേറ്റ് ജനറൽ, ബോംബെ. അപ്പോൾ അന്ന് ആ ഒരു വിചാരണയാണ്. അതിൽ ഉള്ളൊരു ഇതാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. ഇതെവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലൂയിസ് ഫിസ്ചറിൻ്റെ ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന ഇതിൻ്റെ അകത്താണ് ഈ സംഭവത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് വായിച്ചു നോക്കാം. പ്രതിക്ക് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ കേട്ട ശേഷം ജഡ്ജി ബ്രൂഫീൽഡ് പ്രതിയെ വണങ്ങി. തുടർന്ന് വിധി പ്രസ്താവിച്ചു. ഈ രാജ്യത്ത് ഒരു ന്യായാധിപന് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പക്ഷേ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ഈ കേസിൽ നീതിപൂർവമായ വിധി പ്രസ്താവിക്കുക എന്നത്. വ്യക്തികളെ നോക്കി വിധി പറയുക എന്നത് നിയമത്തിൻ്റെ കടമയാണ് അല്ലല്ലോ. ഞാൻ ഇതുവരെ വിചാരണ ചെയ്തിട്ടുള്ളതും ഭാവിയിൽ വിചാരണ ചെയ്യാൻ ഇടയുള്ളതുമായ വ്യക്തികളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് താങ്കൾ എന്ന വസ്തുത അവഗണിക്കാൻ കഴിയില്ല. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ദൃഷ്ടിയിൽ താങ്കൾ വലിയൊരു രാജ്യസ്നേഹിയും നേതാവുമാണെന്ന കാര്യം വിസ്മരിക്കുന്നില്ല. രാഷ്ട്രീയ നിലപാടുകളിൽ താങ്കളോട് വിയോജിക്കുന്നവർ പോലും താങ്കളെ വീക്ഷിക്കുന്നത് ഉന്നതമായ ആദർശങ്ങളെ പാലിച്ചുകൊണ്ട് കുലീനവും പരിപാവനവുമായ ജീവിതം നയിക്കുന്നയാളായിട്ടാണ്. പ്രതിക്ക് ശിക്ഷയായി 6 വർഷത്തെ തടവ് വിധിച്ചുകൊണ്ട് ജഡ്ജി കൂട്ടിച്ചേർത്തു. ശിക്ഷയുടെ കാലാവധി സർക്കാർ കുറയ്ക്കുകയാണെങ്കിൽ അതിൽ എന്നേക്കാൾ സന്തോഷിക്കുന്ന ആരും ഉണ്ടാകില്ല. അപ്പോൾ ഗാന്ധിജീനെ വിചാരണ ചെയ്ത ജഡ്ജി എഴുതിയ ഒരു ഇതാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. അത് നീതിപൂർവമായ വിധി പറയാൻ പ്രയാസകരമെന്ന് ജഡ്ജി വിശേഷിപ്പിച്ച കേസിലെ വ്യത്യസ്തനും രാജ്യസ്നേഹിയുമായ പ്രതി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയത് അദ്ദേഹമാണ്. 1919 മുതൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ മുന്നേറിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ ചില സുപ്രധാന സംഭവ വികാസങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവും ആദ്യകാല സമരങ്ങളും നിങ്ങൾ മുൻ ക്ലാസ്സിൽ പരിചയപ്പെട്ടല്ലോ. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവായതോടെ കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ സമരങ്ങളിൽ സജീവമായി. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് മാത്രമേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എതിരിടാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. എല്ലാവരെയും ഒരു കിടക്കീഴിൽ അണിനിരത്താനും അവരിൽ ഒരാളാകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ദക്ഷിണാഫ്രിക്ക എന്ന രാഷ്ട്രീയ കളരി. ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയായിരുന്നു. 20 വർഷക്കാലം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചു. ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരൻ്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി അവിടെ എത്തിയത്. അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരിൽ നിന്നും ഏഷ്യക്കാരും കറുത്ത വർഗ്ഗക്കാരും നേരിടേണ്ടി വന്ന വംശീയ വിവേചനങ്ങൾക്കെതിരെ ഗാന്ധിജി സമരം നയിച്ചു.
അഹിംസയിൽ അധിഷ്ഠിതമായ തൻ്റെ സത്യാഗ്രഹ സമരരീതിക്ക് ഗാന്ധിജി രൂപം കൊടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ വച്ചാണ്. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സമരത്തിനുള്ള പരിശീലനക്കളരി ആയിരുന്നു ദക്ഷിണാഫ്രിക്ക. 1915 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. അപ്പോൾ പഴയ ഇതിൻ്റെ അകത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട്. അതായത് ഗാന്ധിജിയുടെ നേതൃത്വം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടാക്കിയ മാറ്റം ചർച്ച ചെയ്ത് കുറിപ്പ് നൽകുക. പഴയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇന്ത്യൻ നാഷണൽ രൂപീകരണവും ആദ്യകാല സമരങ്ങളും ഒക്കെ മുൻ ക്ലാസ്സിൽ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഞാൻ അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല ഇതുവരെ. ഞാനിത് 10ാം ക്ലാസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഞാൻ ഇടാം കേട്ടോ. ഇപ്പം ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ പറയുന്നത് കൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്നാലും ഇതിൻ്റെ അകത്ത് ആവശ്യം വരുന്നത് ചമ്പാരൻ സത്യാഗ്രഹമൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാനൊന്ന് പറയുന്നുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം മുതൽ ഗേദ വരെയുള്ള സത്യാഗ്രഹം, അതിനെക്കുറിച്ചൊരു ബ്രീഫായിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇതിലേക്ക് കിടക്കാം. ചമ്പാരൻ മുതൽ ഗേദ വരെ. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് പ്രാദേശിക സമരങ്ങളിലായിരുന്നു. 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു. ചമ്പാരൻ സ്വദേശിയായ രാജ്കുമാർ ശുക്ലയുടെ പ്രേരണയിലാണ് അദ്ദേഹം അവിടെ എത്തിയത്. നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടം ഉടമകൾ ചൂഷണം ചെയ്തിരുന്നു. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിർമ്മിച്ചു. തൽഫലമായി കർഷകരുടെ പ്രശ്നങ്ങൾ കുറേയേറെ പരിഹരിക്കപ്പെട്ടു. 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിൽ ഗാന്ധിജി പങ്കാളിയായി. വേതന വർധനവ് ആവശ്യപ്പെട്ടായിരുന്നു സമരം. ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിക്കുകയും ചെയ്തു. 1918 ഗുജറാത്തിലെ തന്നെ ഗേദയിൽ കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സമരം നടത്തി. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായ ഗേദയിൽ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. നികുതി ഇളവ് ആവശ്യപ്പെട്ട് കർഷകർ സമരം തുടങ്ങി. ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് കർഷകർക്ക് ആവേശം പകർന്നു. വൈകാതെ വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ലഭിക്കുകയും ചെയ്തു. നികുതി ഇളവ് നൽകാൻ സർക്കാർ തയ്യാറായി. ഈ 3 സമരങ്ങളിലൂടെ ഗാന്ധിജി എന്ന പുതിയൊരു ദേശീയ നേതാവിൻ്റെ ഉദയത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടും അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമര രീതിയും ഈ സമരങ്ങളിലൂടെ ഇന്ത്യക്കാർ പരിചയപ്പെട്ടു. അപ്പം ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. അഹമ്മദാബാദ് തുണിമിൽ സമരം 1918. ഗേദ സമരം 1918. അപ്പം 3 എണ്ണമാണ് ആദ്യം തുടങ്ങുന്നത് വന്നു കഴിഞ്ഞിട്ട്. ആദ്യത്തെയാണ് ചമ്പാരൻ സമരം 1917. 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ഗാന്ധിജി ഇടപെട്ടു. നീലം കർഷകരെ ചൂഷണം ചെയ്തിരുന്ന യൂറോപ്യന്മാരായ തോട്ടം ഉടമകൾക്കെതിരായിരുന്നു സമരം. ചമ്പാരൻ സമരത്തിന് നേതൃത്വം നൽകിയത് രാജ്കുമാർ ശുക്ല. അദ്ദേഹം ഒരു ചമ്പാരൻ സ്വദേശിയായിരുന്നു. 1917 ചമ്പാരൻ സമരത്തിന് നേതൃത്വം നൽകിയത് രാജ്കുമാർ ശുക്ലയാണ്. ചമ്പാരൻ സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രേരണയിലാണ് ഗാന്ധിജി അവിടെ എത്തിയത്. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു. ഇതിലൂടെ കർഷകരുടെ പ്രശ്നങ്ങൾ കുറേയേറെ പരിഹരിക്കപ്പെട്ടു. അപ്പോൾ ചമ്പാരൻ സമരം നടന്ന വർഷം എന്ന് പറയുന്നത് 1917. അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ നീലം കർഷകരെ ചൂഷണം ചെയ്തിരുന്ന യൂറോപ്യന്മാരായ തോട്ടം ഉടമകൾക്കെതിരെയുള്ള സമരമായിരുന്നു. അതിന് നേതൃത്വം നൽകിയത് ചമ്പാരൻ സ്വദേശിയായ രാജ്കുമാർ ശുക്ലയാണ്. അപ്പം അടുത്തതാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം.
അത് 1918 നടന്നതാണ്. 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വേതന വർധനവ് ആവശ്യപ്പെട്ടായിരുന്നു തുണിമിൽ തൊഴിലാളികളുടെ സമരം. ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിക്കുകയും ചെയ്തതാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം 1918. അടുത്തതാണ് ഗേദ സമരം. അത് 1918 തന്നെയാണ്. അതും ഗുജറാത്തിൽ ഗേദയിൽ പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായതിനാൽ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. നികുതി ഇളവ് ആവശ്യപ്പെട്ടായിരുന്നു സമരം നടത്തിയത്. തുടർന്ന് വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ് നൽകാൻ സർക്കാർ തയ്യാറാവുകയും ചെയ്തു. ഈ 3 സമരങ്ങളിലൂടെ ഗാന്ധിജി എന്നൊരു പുതിയൊരു ദേശീയ നേതാവ് ഉദയം കൊള്ളുകയും ചെയ്തു. അപ്പം ആദ്യത്തേത് ചമ്പാരൻ സമരം 1917, 2 അഹമ്മദാബാദ് തുണിമിൽ സമരം 1918, മൂന്നാമത്തേത് ഗേദ സമരം 1918. ഈ 3 ദക്ഷിണാഫ്രിക്കയിൽ വന്നിട്ട് ഗാന്ധിജി ആദ്യം തുടങ്ങിയത്. ചമ്പാരൻ സമരം എന്തിനായിരുന്നു? നീലം കർഷകരെ ചൂഷണം ചെയ്തിരുന്ന യൂറോപ്യന്മാരായ തോട്ടം ഉടമകൾക്കെതിരെയുള്ള സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരം തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയുള്ള സമരം. മൂന്നാമത്തെ ഗേദ സമരം നികുതി ഇളവ് ആവശ്യമായി ബന്ധപ്പെട്ട സമരം. അപ്പോൾ ഇനി ഈ ചാർട്ട് പൂരിപ്പിക്കാൻ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ ചാർട്ട് പൂരിപ്പിക്കാമല്ലോ. കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്തില്ലേ? ഇനി അടുത്തതാണ് ഒന്നാം ലോക യുദ്ധവും ഇന്ത്യയും. ഒന്നാം ലോക യുദ്ധവും ഇന്ത്യയും 1914 മുതൽ 1918 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് മുമ്പ് നമ്മൾ ചർച്ച ചെയ്യുമല്ലോ. ഒന്നാം ലോകയുദ്ധം ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു. യുദ്ധത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തത് ഭക്ഷ്യക്ഷാമത്തിനിടയാക്കി. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലായിരുന്നു ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തിയത്. അപ്പം ഒന്നാം ലോക മഹായുദ്ധം ഇന്ത്യയിൽ. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം നടന്ന കാലയളവ് ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച ഒന്നാം ലോകയുദ്ധത്തിൻ്റെ കാലയളവ്. ഒന്നുകൂടെ പറയാം. ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച ഒന്നാം ലോകയുദ്ധത്തിൻ്റെ കാലയളവ് 1914 മുതൽ 1918 വരെ ആണ് കാലയളവ്. അതിൻ്റെ പ്രധാന പ്രതിഘാതങ്ങൾ: യുദ്ധത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തത് ഭക്ഷ്യക്ഷാമത്തിനിടയാക്കി. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. നിരവധി പേർ ക്ഷാമമൂലം മരണപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 1914 മുതൽ 18 വരെയായിരുന്നു. പ്രധാനമായിട്ടും പ്രത്യാഘാതങ്ങൾ 4 എണ്ണമായിരുന്നു. യുദ്ധത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തതുകൊണ്ട് ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് എന്തുപറ്റി? ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തിപ്പെട്ടു. അങ്ങനെ ഒന്നാം ലോകയുദ്ധവും ഇന്ത്യയും. അപ്പം ഒന്നാം ലോകയുദ്ധത്തിൻ്റെ അനന്തരഫലം കാരണം ഗാന്ധിജി അതിലേക്ക് ഇടപെടുകയും അതിൻ്റെ അമർത്തലുകൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്തു. അപ്പം ഒന്നാം ലോക യുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു. അപ്പം ആ പേജ് നമുക്കൊന്ന് വായിക്കാം. എന്നിട്ട്
വിശദമായിട്ട് പരിചയപ്പെടാം. ഒന്നാം ലോക യുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു. ഇതിൻ്റെ ഭാഗമായി 1919 റൗലറ്റ് നിയമം നടപ്പിലാക്കി. ഈ നിയമപ്രകാരം വാറന്റില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിലടയ്ക്കാം. പൗരാവകാശങ്ങളെ തടയുന്ന ഈ നിയമത്തിനെതിരെ 1919 ഏപ്രിൽ 6 ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇതിൻ്റെ പ്രചരണത്തിനായി സത്യഗ്രഹ സഭ രൂപീകരിക്കുകയുമുണ്ടായി. ഹർത്താലിൽ വലിയ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. ഏറ്റവും വിസ്മയാർഹമായ കാഴ്ചയെന്നാണ് ഈ ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിൽ റൗലറ്റ് നിയമത്തിനെതിരായ സമരം വളരെ ശക്തമായിരുന്നു. പഞ്ചാബിലെ ജനകീയ നേതാക്കളായ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് നടന്ന പൊതുയോഗത്തിൽ എത്തിയവർക്കു നേരെ സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയറിൻ്റെ ഉത്തരവ് പ്രകാരം ബ്രിട്ടീഷ് പട്ടാളം വെടിവയ്പ് നടത്തി. ഒരൊറ്റ പ്രവേശന കവാടം മാത്രമേ മൈതാനത്തിനുണ്ടായിരുന്നുള്ളൂ. മുന്നറിയിപ്പ് നൽകാതെ ഇരുന്ന വെടിവെപ്പ് നടന്നത്. 10 മിനിറ്റ് നേരം തുടർന്ന വെടിവെപ്പിൽ സർക്കാർ രേഖ പ്രകാരം 379 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവർ ഇതിലും വളരെ കൂടുതലായിരുന്നു. 1000-ലധികം പേർക്ക് പരിക്കേറ്റു. അപ്പം അതെന്തുവായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലേക്ക് കടക്കാം. ഒന്നാം ലോക മഹായുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു. ഇതിൻ്റെ ഫലമായി നടപ്പിലാക്കിയ ആദ്യത്തെ നിയമമാണ് റൗലറ്റ് ആക്ട്. 1919 റൗലറ്റ് ആക്ട്. ഈ നിയമത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാറൻ്റ് ഇല്ലാതെ ബ്രിട്ടീഷുകാർക്ക് ആരെ വേണേലും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെ വേണേലും ജയിലിലും അടയ്ക്കാം. അപ്പോൾ റൗലറ്റ് നിയമം 1919 അതെന്തായിരുന്നു? റൗലറ്റ് നിയമം വാറൻ്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിലടയ്ക്കാം. പൗരാവകാശങ്ങളെ തടയുന്ന ഈ നിയമത്തിനെതിരെ ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. അതെന്താ നടന്നതെന്നറിയാമോ? 1919 ഏപ്രിൽ 6. അത് പൗരാവകാശങ്ങളെ തടയുന്ന ഈ നിയമത്തിനെതിരെ ഗാന്ധിജി 1919 ഏപ്രിൽ 6 ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇതിൻ്റെ പ്രചാരണത്തിനായി രൂപീകരിച്ച സംഘടനയാണ് സത്യഗ്രഹ സഭ. ഹർത്താലിന് വലിയ ജനപങ്കാളിത്തമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്താണ്? ഏറ്റവും വിസ്മയാർഹമായ കാഴ്ച. അപ്പം റൗലറ്റ് നിയമത്തിനെതിരെ നടന്ന ഹർത്താലിന് 1919 ഏപ്രിൽ 6 നടന്ന ഹർത്താലിന് ജനപങ്കാളിത്തത്തിന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏറ്റവും വിസ്മയാർഹമായ കാഴ്ച. റൗലറ്റ് നിയമത്തിനെതിരായ സമരം വളരെ ശക്തമായിരുന്ന പ്രദേശങ്ങൾ പഞ്ചാബും ലാഹോറും ആയിരുന്നു. ഏതൊക്കെയായിരുന്നു? റൗലറ്റ് നിയമത്തിനെതിരായ സമരം വളരെ ശക്തിയായിരുന്ന പ്രദേശങ്ങൾ പഞ്ചാബും ലാഹോറും. അറസ്റ്റ് ചെയ്ത് ജയിലിലടിച്ച പഞ്ചാബിലെ ജനകീയ നേതാക്കൾ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു. ആരൊക്കെയാ? 2 പേരെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു. ഇതിനെ തുടർന്ന് അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ നിയമിക്കുകയും ചെയ്തു. അടുത്തതായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് നടന്ന പൊതുയോഗത്തിൽ എത്തിയവർക്ക് നേരെ വെടിവയ്പ് നടത്തിയ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. എന്താണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല? നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് നടന്ന പൊതുയോഗത്തിൽ എത്തിയവർക്ക് നേരെ വെടിവയ്പ് നടത്തിയ സംഭവം. നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് നടന്ന പൊതുയോഗത്തിൽ എത്തിയവർക്ക് നേരെ വെടിവയ്പ് നടത്തിയ സംഭവമാണ്
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. ബ്രിട്ടീഷ് പട്ടാളം വെടിവയ്പ് നടത്തിയ സൈനിക ഉദ്യോഗസ്ഥ തലവനായിരുന്നു ജനറൽ റെജിനാൾഡ് ഡയർ. ബ്രിട്ടീഷ് പട്ടാളം വെടിവയ്പ് നടത്തിയ സൈനിക ഉദ്യോഗസ്ഥ തലവനാരായിരുന്നു? ജനറൽ റെജിനാൾഡ് ഡയർ. മൈതാനത്തിന് ഒരേ ഒരു പ്രവേശന കവാടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. മുന്നറിയിപ്പ് നൽകാതെ ഇരുന്ന വെടിവയ്പ് നടന്നത്. 10 മിനിറ്റ് നേരം തുടർന്ന വെടിവയ്പിൽ സർക്കാർ രേഖ പ്രകാരം കൊല്ലപ്പെട്ടത് 379 പേരാ. എന്നാൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവർ ഇതിലും വളരെ കൂടുതലായിരുന്നു എന്ന് പറയുന്നുണ്ട്. 1000-ലധികം പേർക്ക് പരിക്കുപറ്റു. അപ്പം നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് നടന്ന പൊതുയോഗത്തിൽ എത്തിയവർക്ക് നേരെ വെടിവയ്പ് നടത്തിയ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. ബ്രിട്ടീഷ് പട്ടാളം വെടിവയ്പ് നടത്തിയ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ജനറൽ റെജിനാൾഡ് ഡയർ. ഇതിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് അതിനെ ആസ്പദമാക്കി റോൾ പ്ലേ അവതരിപ്പിക്കുക. കുട്ടികൾക്കുള്ളതാണ്. ഇനി അടുത്തത് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ എന്നാണെന്നറിയാവോ? ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ എന്താണ്? ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷന് മുമ്പാകെ ഹാജരായ ജനറൽ ഡയറിനോട് കമ്മീഷൻ ചോദിച്ച ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ഇപ്രകാരമായിരുന്നു. ചോദ്യം: ജനം കൂടുതലായി നിൽക്കുന്ന സ്ഥലം നോക്കി നിങ്ങൾ വെടിവയ്പിൻ്റെ ദിശ മാറ്റിക്കൊണ്ടിരുന്നു, ശരിയാണോ? ഉത്തരം: ശരിയാണ്. ചോദ്യം: പ്രവേശന കവാടം വലുതും കവചിത വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നതുമായിരുന്നെങ്കിൽ നിങ്ങൾ അവ ഉപയോഗിക്കുമായിരുന്നോ? ഉത്തരം: ഒരുപക്ഷേ ആകാം. കമ്മീഷന് മുമ്പാകെ ഡയർ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി: എല്ലാവരെയും വധിക്കാൻ ഞാൻ തീരുമാനിച്ചതായിരുന്നു. അതും സോഴ്സ് ലൂയിസ് വിസ്റ്ററിൻ്റെ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്നുള്ള പുസ്തകത്തിൽ നിന്നാട്ടോ. അപ്പോൾ ഹണ്ടർ കമ്മീഷൻ എന്താണ്? ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. അപ്പോൾ അടുത്തതാണ് ബഹുജന സമരത്തിലേക്ക്. റൗലറ്റ് നിയമത്തിനെതിരായ സമരം സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. എന്നാൽ അത് പ്രധാനമായും നഗരമേഖലകളിലായിരുന്നു ശക്തിയാർജിച്ചത്. ഗ്രാമീണ മേഖലകളിലേക്കും സമരം വ്യാപിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗാന്ധിജിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഇത് പ്രായോഗികമാകാൻ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണമെന്ന് ഗാന്ധിജി മനസ്സിലാക്കി. ഈ ലക്ഷ്യത്തോടെ ഗാന്ധിജി ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുത്തു. സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമായിരുന്നു ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഖിലാഫത്ത് എന്താ? ഒന്നാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി സെഫ്രസ് ഉടമ്പടി ഒപ്പുവെച്ചു. ഇതുപ്രകാരം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിൻ്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതായി. ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോൾ ബഹുജന സമരം റൗലറ്റ് നിയമത്തിനെതിരായ സമരം സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു അതായത് നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ വഴിത്തിരിവായിരുന്നു. എന്നാലും അത് തുടങ്ങിയത് നഗരമേഖലകളിൽ മാത്രമാണ്. അപ്പോൾ അത് നഗരമേഖലകളിൽ മാത്രം നിന്നാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ, അതിനൊരിതോ ഒന്നും ഉണ്ടാവില്ല എന്ന് ഗാന്ധിജിക്ക് മനസ്സിലായപ്പം അത് ഗ്രാമീണ മേഖലകളിലേക്കും വ്യാപിപ്പിക്കേണ്ട ആവശ്യകത ഗാന്ധിജിക്ക് ബോധ്യപ്പെട്ടു. ഇത് പ്രായോഗികമാക്കാൻ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണമെന്ന് മനസ്സിലാക്കിയ ഗാന്ധിജി ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുത്തു. എന്താ ഖിലാഫത്ത് പ്രശ്നം? അല്ലെങ്കിൽ ഖിലാഫത്ത് എന്താ?
ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ നേതൃത്വം നൽകിയിരുന്നത് മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയ. അവർ രണ്ടുപേരും സഹോദരന്മാരാണ്. ഒന്നാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് സെവ്രസ് ഉടമ്പടി. എന്തുടമ്പടി? സെവ്രസ് ഉടമ്പടി. ഇതുപ്രകാരം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതാവുമായി കണക്കാക്കപ്പെട്ടിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതായി. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഒരു പ്രസ്ഥാനമാക്കിയിട്ട് മാറ്റാനുള്ള ഒരു ലക്ഷ്യം എന്നാന്ന് വെച്ചാൽ ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവരായിരുന്നു മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. അവർ സഹോദരന്മാരായിരുന്നു. ഒന്നാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു സെവ്രസ് ഉടമ്പടി. ഇതുപ്രകാരം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്ന ഖലീഫയുടെ പല അധികാരികളും ഇല്ലാതായി. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു. അടുത്തതാണ് നിസ്സഹകരണങ്ങളിലൂടെ ഒരു പോരാട്ടം. അതൊന്ന് വായിക്കാം നമുക്ക്. ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ അക്രമരഹിതമായ ഒരു നിസ്സഹകരണ സമരം ആരംഭിച്ചു. ചുവടെ പറയുന്നവയായിരുന്നു നിസ്സഹ സമരത്തിന്റെ രീതികൾ. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക, സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും സമരകാലത്തെ പരിപാടികളായിരുന്നു. നിസ്സഹകരണ സമരത്തെ സന്ദേശവുമായി ഗാന്ധിജിയും അലി സഹോദരന്മാരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തുകയും ജനങ്ങളെ സ്വാതന്ത്ര്യസമരം സാധാരണക്കാരുടേത് കൂടിയാണെന്ന തിരിച്ചറിവ് ജനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് സഹായകമായി. ഗ്രാമ-നഗര മേഖലകളിൽ സമരം ഒരുപോലെ ശക്തമായിരുന്നു. ഈ സമരങ്ങൾ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഹിന്ദു സ്വരാജ്. ഗാന്ധിജി രചിച്ച് 1909 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. ഇതിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ ഗാന്ധിജി ഇപ്രകാരം വിശദീകരിച്ചു. ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കാരണമാണ്. ഇന്ത്യക്കാർ സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം 1 വർഷം കൊണ്ട് അവസാനിപ്പിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യും. ഹിന്ദ് സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ സ്വയം ഭരണം എന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ നോക്കുക, നിസ്സഹകരണങ്ങളുടെ ഒരു പോരാട്ടം. ആദ്യം നമുക്ക് ഇതിൻ്റെ വിവിധ പങ്കാളിത്തം നോക്കുന്നതിന് മുന്നേ നമുക്ക് നിസ്സഹകരണ സമരവും അതിൻ്റെ സമരത്തിൻ്റെ രീതികളും നിർമ്മാണപരമായ പ്രവർത്തനങ്ങളും അതൊക്കെ ഒന്ന് നോക്കാം. അപ്പം നിസ്സഹകരണത്തിലൂടെ ഒരു പോരാട്ടം. ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ അക്രമരഹിതമായ ഒരു നിസ്സഹകരണ സമരം ആരംഭിച്ചു. അതാണ് നിസ്സഹകരണങ്ങളുടെ ഒരു പോരാട്ടം. അതാണ് നിസ്സഹകരണ സമരം. ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ അക്രമരഹിതമായ ഒരു സമരം ആരംഭിച്ചതാണ് നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരത്തിൻ്റെ രീതികൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകണം. ഒന്നാമത്തെ എന്താണ്? ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകണം. 2. സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കണം. 2. സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കണം. 3. അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക. 3. അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക. 4. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. 5. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. 5. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. 6. നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക.
അപ്പം നിസ്സഹകരണ സമരത്തിൻ്റെ രീതികൾ മെയിനായിട്ട് 6 രീതിയായിരുന്നു. 1. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക. 2. സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക. 3. അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക. 4. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. 5. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. 6. നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. അടുത്തത് നിർമ്മാണപരമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്തത് എന്തൊക്കെയാ? നിർമ്മാണപരമായ പ്രവർത്തനങ്ങൾ. സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക. 1. സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക. 2. സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക. 2 സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക. 3. ഖാദി പ്രചരിപ്പിക്കുക. 4. ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. 5. നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയും അലി സഹോദരന്മാരും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിക്കുകയും ജനങ്ങളെ നേരിൽ കാണുകയും ചെയ്തു. ഈ സന്ദർശനങ്ങൾ സ്വാതന്ത്ര്യസമരം സാധാരണക്കാരുടേതു കൂടിയാണെന്ന തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് സഹായകമായി. ഗ്രാമനഗര മേഖലകളിൽ സമരം ഒരുപോലെ ശക്തമായിരുന്നു. അപ്പോൾ നിയമനിർമ്മാണപരമായ പ്രവർത്തനങ്ങൾ 4 സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ഈ 4 കാരണങ്ങൾ. ഇനി ഹിന്ദു സ്വരാജ് എന്നാന്ന് നോക്കാം നമുക്ക്. എന്താ ഹിന്ദു സ്വരാജ്? ഹിന്ദു സ്വരാജ് ഗാന്ധിജി രചിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. എന്താണ് ഹിന്ദു സ്വരാജ്? ഗാന്ധിജി രചിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. അത് 1919 ഗാന്ധിജി രചിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. എനിക്കൊരു തെറ്റ് പറ്റിയിട്ടോ, 1919 എന്ന് പറഞ്ഞു. 1919 1909. 1909 ഗാന്ധിജി രചിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. അടിസ്ഥാനപരമായ അതിൻ്റെ അകത്ത് വിശദീകരണം എന്ന് പറഞ്ഞത്, ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കാരണമാണ്. ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം 1 വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യാം. ഹിന്ദു സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ സ്വയം ഭരണം. ഹിന്ദു സ്വരാജ് എന്നുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് എന്താണ്? ഇന്ത്യയുടെ സ്വയം ഭരണം. ഇത് എഴുതിയ പുസ്തകമാണ് 1909. അപ്പോൾ നിസ്സഹകരണ സമരത്തിൻ്റെ രീതികൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. നിർമ്മാണപരമായ പ്രവർത്തനങ്ങളോ സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ഇനി ഹിന്ദു സ്വരാജ് എന്താ? ഗാന്ധിജി പ്രസിദ്ധീകരിച്ച പുസ്തകം ഹിന്ദു സ്വരാജ്. പ്രസിദ്ധീകരിച്ച വർഷം 1909. അതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ സ്വയം ഭരണം. ഇനി ഗ്രാമനഗര മേഖലകളിൽ, അതായത് വിവിധ വിഭാഗങ്ങളുടെ നിസ്സഹകരണ സമരത്തിലെ വിവിധ മേഖലകളിലെ പങ്കാളിത്തം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കാം. അതിലൊന്നാമത്തെയായിരുന്നു സ്ത്രീകളുടെ പങ്കാളിത്തം. അതിലൊന്നാമത്തെ പങ്കാളിത്തം സ്ത്രീകളുടെയാണ്. വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കാൻ തുടങ്ങിയ സമര രീതികളിൽ സ്ത്രീകൾ പങ്കാളികളായി. രണ്ടാമത്തേത് തൊഴിലാളികൾ. നിസ്സഹകരണ സമരത്തോട് തൊഴിലാളികളുടെ പ്രതികരണവും സജീവമായിരുന്നു. മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ, ആസാമിലെ തോട്ടം തൊഴിലാളികൾ, ആസാം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കി സമരത്തോട് സഹകരിച്ചു. മൂന്നാമത്തെ വിദ്യാർത്ഥികൾ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. അവർ ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠനം തുടർന്നു. ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ
മില്ലിയ ഇസ്ലാമിയ എന്നിവ ഇക്കാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അടുത്തത് ഗോത്ര ജനതക്കാരുടെ സഹകരണം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വനനിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഗോത്ര ജനത സമരത്തിൽ പങ്കാളികളായി. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് ഈ നിയമങ്ങൾ തടസ്സമായിരുന്നു. അടുത്തത് അഞ്ചാമത്തെ പങ്കാളിത്തം കർഷകരായിരുന്നു. ധാരാളം കർഷകർ സമരത്തിൽ പങ്കാളിയായി. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ചത് ഇക്കാലത്തായിരുന്നു. ബംഗാളിലെ കാർഷിക മേഖലയിൽ ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്നു. ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനായിരുന്നു തീരുമാനം. ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയായിരുന്നു. ചണത്തിൻ്റെ ലഭ്യതയില്ലാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക. 2. നെൽകൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക. 3. പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്തുജോലിക്കും ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കുക. അടുത്തതുകൂടി വായിച്ച് തീർന്നിട്ട് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബഹിഷ്കരണവും നിർമ്മാണാത്മക പ്രവർത്തനവുമായിരുന്നു നിസ്സഹകരണ സമരത്തിലെ അടിസ്ഥാന ആശയങ്ങൾ എന്ന വിഷയത്തിൽ ഒരു ചർച്ച സംഘടിപ്പിക്കാൻ. അടുത്തത് നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കെ 1922 ഫെബ്രുവരി 5-ന് ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രകോപിതപരമായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീവച്ചു. ഇതിനെ തുടർന്ന് 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. സമരം അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായി മനസ്സിലാക്കിയ ഗാന്ധിജി സമരം പിൻവലിക്കുകയുണ്ടായി. ഈ തീരുമാനം മറ്റ് നേതാക്കളെ അമ്പരപ്പിച്ചു. ഗാന്ധിജി കടുത്ത വിമർശനങ്ങൾക്ക് വിധേയനായി. സുഭാഷ് ചന്ദ്രബോസ് ഈ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത്. ചിരാല പെരാല. നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിരുന്നു ചിരാല പെരാല. ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താൻ ഗവൺമെന്റ് നീക്കം തുടങ്ങിയിരുന്നു. ഇത് അവിടുത്തെ നികുതിഭാരം വൻതോതിൽ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുകയായിരുന്നു. ഇതിനെതിരെ ദുക്കിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 10,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. 11 മാസക്കാലം അവർ മറ്റൊരിടത്താണ് കഴിഞ്ഞത്. അപ്പം നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. നിസ്സഹകരണ സമരത്തിലെ വിവിധ വിഭാഗങ്ങളുടെ പങ്കാളിത്തം. അതിൽ മെയിനായിട്ടുള്ളത് എത്ര പേരാ? 1, 2, 3, 4, 5 കൂട്ടർ. സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, ഗോത്രജനത, കർഷകർ. അപ്പം 4 പേര്. അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം. വിവിധ വിഭാഗങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഫസ്റ്റ് സ്ത്രീകൾ. സ്ത്രീകൾ എങ്ങനെയായിരുന്നു ബഹിഷ്കരിച്ചത്? അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കൽ തുടങ്ങിയ സമരരീതികളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം. രണ്ടാമത്തേത് തൊഴിലാളികൾ. നിസ്സഹകരണ സമരത്തോട് സജീവമായി പ്രതികരിച്ചു. മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ, ആസാമിലെ തോട്ടം തൊഴിലാളികൾ, ആസാം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കി സമരത്തോട് സഹകരിച്ചു എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ വിദ്യാർത്ഥികൾ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. അവർ ദേശീയ വിദ്യാലയങ്ങൾ ചേർന്ന് പഠനം തുടർന്നു. അതുമൂലം കേരളത്തിൽ, അതായത് ഇന്ത്യയിൽ തുടങ്ങിയ പുതിയ വിദ്യാലയങ്ങളായിരുന്നു ബനാറസിലെ കാശി വിദ്യാപീഠവും ഗുജറാത്ത് വിദ്യാപീഠവും അലിഗറിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്നിവ ഇക്കാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അടുത്ത ആൾക്കാരായിരുന്നു ഗോത്രജനത. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വനനിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് സമരത്തിൽ പങ്കാളികളായി. വനവിഭവം ശേഖരിക്കുന്നതിന് ഈ നിയമങ്ങൾ തടസ്സമായിരുന്നു. അടുത്തത് കർഷകർ. ധാരാളം കർഷകർ സമരത്തിന് പങ്കാളിയായി. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ചത് അക്കാലത്തായിരുന്നു. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ സ്ഥാപിച്ചത് നിസ്സഹകരണ
സമരത്തിൻ്റെ ഒരു വിവിധ ഭാഗങ്ങളുടെ പങ്കാളിത്തമായിട്ടാണ്. എന്താണ് അവധ് കിസാൻ സഭ? ബംഗാളിലെ കാർഷിക മേഖലയിൽ ചണം കൃഷി ബഹിഷ്കരണം സമരം നടന്നു. ഇനി ബഹിഷ്കരണത്തിൻ്റെ ഈ നിസ്സഹകരണ സമരത്തിലെ ബഹിഷ്കരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ചണത്തിൻ്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കണം. 1. ചണത്തിൻ്റെ ലഭ്യതയില്ലാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക. 2. നെൽകൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക. 3. പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്തുജോലിയും ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കുക. 3 എണ്ണമായിരുന്നു പ്രധാനം. എന്തൊക്കെയായിരുന്നു? ചണത്തിൻ്റെ ലഭ്യതയില്ലാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക, നെൽകൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക, പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്തുജോലിയും ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കുക. ബഹിഷ്കരണവും നിർമ്മാണാത്മക പ്രവർത്തനവുമായിരുന്നു നിസ്സഹകരണ സമരത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ. അപ്പം നിസ്സഹകരണ സമരത്തിന് മെയിനായിട്ട് 2 അടിസ്ഥാന ആശയങ്ങളുണ്ടായിരുന്നു. അതെന്തൊക്കെയാണ്? ബഹിഷ്കരണവും നിർമ്മാണാത്മക പ്രവർത്തനവും. എന്തൊക്കെയാണ്? ബഹിഷ്കരണവും നിർമ്മാണാത്മക പ്രവർത്തനവും. അടുത്തതാണ് ചിരാല പോലാര. അതെന്നാ സാധനം? അതൊരു സ്ഥലപ്പേരാട്ടോ. നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരം. അതാണ് ചിരാല. ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താൻ ഗവൺമെൻറ് നീക്കം തുടങ്ങിയത് നികുതി ഭാരം വൻതോതിൽ വർദ്ധിപ്പിക്കാനിടയാക്കുകയായിരുന്നു. ഇതിനെതിരെ 10,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. അവർ 11 മാസക്കാലം വേറെ എവിടെയോ താമസിച്ചത്. ഈ സമരത്തിന് നേതൃത്വം നൽകിയത് ദുഗ്ഗിരാല ഗോപാലകൃഷ്ണ. സമരത്തിന് ചിരാരപ്പൊരാലയിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞുപോയി 11 മാസക്കാലം മാറി നടത്തിയ സമരത്തിന് നേതൃത്വം നൽകിയത് ദുഗ്ഗിരാല ഗോപാലകൃഷ്ണ. അടുത്തതാണ് ചൗരി ചൗര സംഭവം. എന്താണ് ചൗരി ചൗര സംഭവം? 1922 ചൗരി ചൗര സംഭവം നടന്നത്. ചൗരി ചൗര സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാവോ? നോക്കാം. ചൗരി ചൗര സംഭവം എന്താണെന്ന്. 1922 ചൗരി ചൗര സംഭവം നടന്നത്. നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കെ ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ട്. അപ്പോൾ പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീവച്ചു. ഇതിനെ തുടർന്ന് പോലീസുകാർ കൊല്ലപ്പെട്ടു. സമരം അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുക എന്ന് മനസ്സിലാക്കിയ ഗാന്ധിജി സമരം പിൻവലിച്ചു. ഈ തീരുമാനം മറ്റു നേതാക്കളെ അമ്പരിപ്പിക്കുകയും സുഭാഷ് ചന്ദ്രബോസ് അതിനെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കെ ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായത് 1922 ഫെബ്രുവരി 5-നാണ്. ചൗരി ചൗര സംഭവം എന്ന വർഷം 1922. നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷം ഉണ്ടായ ദിവസം എന്ന് പറയുന്നത് 1922 ഫെബ്രുവരി 5-ആണ്. ഇതിൽ പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീ വെച്ചപ്പം 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. എത്ര പോലീസുകാരാ? 22. അപ്പം സമരം അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുക എന്ന് മനസ്സിലായപ്പം ഗാന്ധിജി സമരം പിൻവലിച്ചു. അത് മറ്റ് നേതാക്കൾക്ക് അമ്പരപ്പായിരുന്നു. അപ്പം സുഭാഷ് ചന്ദ്രബോസ് അതിനെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചു. എന്ത് വിശേഷിപ്പിച്ചു? ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ പിന്നീട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും വിചാരണയ്ക്ക് ശേഷം 6 വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പേജിൽ കാണുന്ന ആ വിചാരണ. അപ്പം ചൗരി ചൗര സംഭവം എന്താ? 1922 ഫെബ്രുവരി 5-ന് നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കെ ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസും തമ്മിലുണ്ടായ സംഘർഷമാണ്. അതിൽ
പ്രകോപിതനായി 22 പോലീസുകാർ മരിച്ചു. അപ്പോൾ അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുക എന്ന് കണ്ട ഗാന്ധിജി അത് പിൻവലിച്ചു. അതിനെ പ്രതിഷേധിച്ച് സുഭാഷ് ചന്ദ്രബോസ് അതിന് ദേശീയ ദുരന്തം എന്ന് പറഞ്ഞു. പിന്നീട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയോ 6 വർഷം ശിക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ പകുതിയായി. ഈ ചാപ്റ്ററിൻ്റെ പകുതിയായി. ഇതും കൊണ്ട് ഞാൻ നിർത്തുകയെന്ന് വെച്ചാൽ രണ്ടാമത്തെ പാർട്ടായിട്ട് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഇടാവേ. ഇപ്പോൾ ഇത്തരത്തിൽ ഇനിയുള്ളത് പോരാട്ടം നിയമനിർമ്മാണ സഭകളിൽ മുതൽ അങ്ങോട്ടേക്ക്, അത് അടുത്ത പാർട്ടിൽ. അപ്പോൾ താങ്ക് യു ഓൾ. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ എല്ലാവരും പറയണം, കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. എന്നോട് എല്ലാവരും സഹകരിക്കണം. എന്തെങ്കിലും കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ പറഞ്ഞു ക്ലിയർ ആവുന്നില്ല, ഞാൻ വളരെ പതിയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ വീഡിയോയിലും അങ്ങനെ ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.